ഹലോ മക്കളെ, കഴിഞ്ഞ വർഷം നമ്മുടെ NCERT കെമിസ്ട്രി സിലബസിൽ വളരെയധികം ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സർഫസ് കെമിസ്ട്രി, സോളിഡ് സ്റ്റേറ്റ്, 11th സ്റ്റാൻഡേർഡിലെ ഹൈഡ്രജൻ, എസ് ബ്ലോക്ക് തുടങ്ങി നമ്മുടെ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്, പോളിമേഴ്സ്, എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി തുടങ്ങി വളരെയധികം ചാപ്റ്റേഴ്സ് കഴിഞ്ഞ വർഷം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നീറ്റിലും ജെയിലും ഈ ചാപ്റ്റേഴ്സ് എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കീമിൻ്റെ ആദ്യത്തെ സിലബസ് വന്ന സമയത്ത് ഈ ചാപ്റ്റേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സിലബസ് ആയിരുന്നു വന്നിരുന്നത്. പക്ഷേ സന്തോഷ വാർത്ത, നമുക്കൊരു പുതിയ സിലബസ് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതിന് പ്രകാരം ഈ എക്സ്ക്ലൂഡ് ചെയ്ത എല്ലാ ചാപ്റ്റേഴ്സും നിലവിൽ കീമിനും ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പി ബ്ലോക്ക് എലമെൻസും അനലിറ്റിക്കൽ കെമിസ്ട്രിയും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സിലബസിൽ ഇല്ല എന്നുള്ളതാണ്. അതെനിക്ക് ശരിക്കും പറഞ്ഞൊരു വലിയ സന്തോഷ വാർത്തയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ സ്പെഷ്യലി നോട്ട് ഡൗൺ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ചില ടോപ്പിക്കുകൾ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ജെയിൻ്റെയും നീറ്റിൻ്റെയും സിലബസിൽ ഇല്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ കീമിൻ്റെ സിലബസിൽ നിലവിലുണ്ട്. അത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ്, പക്ഷേ നമ്മളത് നീറ്റിനും ജെയ്ക്കും പഠിക്കുന്നില്ലായിരുന്നു. ആ ടോപ്പിക്കുകളൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് കെമിസ്ട്രി, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ടു പെർട്ടിക്കുലർ നേച്ചർ ഓഫ് മാറ്റർ, ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ കീമിൻ്റെ സിലബസിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിനകത്ത് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, അതുപോലെ ന്യൂട്രോൺ, തോംസൻ്റെയും റുദർഫോർഡിൻ്റെയും ആറ്റോമിക് മോഡൽസ്, ഇത് നീറ്റിലും ജെയിലും നമ്മൾ പഠിക്കാറില്ല, പക്ഷേ കീമിൻ്റെ സിലബസിൽ അതുണ്ട്, നമ്മുടെ NCERTയിലും അതുണ്ട്. അതുപോലെ തന്നെ പീരിയോഡിക് ടേബിൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്നുള്ള ഈ ചാപ്റ്ററിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ക്ലാസിഫിക്കേഷൻ, ബ്രീഫ് ഹിസ്റ്ററി, അതായത് ഡോബനേനോ ട്രയാഡ്, ന്യൂലൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്, അതുപോലെ തന്നെ പീരിയോഡിക് ടേബിൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള ആ ഒരു ഹിസ്റ്റോറിക്കൽ പാർട്ട്, അതും NCERT സിലബസിലുണ്ട്. നമ്മുടെ കീം എക്സാമിൻ്റെ സിലബസിലും ആ ടോപ്പിക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് തെർമോഡൈനാമിക്സിൽ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. സോ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ നമ്മൾ കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഒന്നും വേണ്ട. ബേസിക്കലി എന്താണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് മാത്രം മതി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഡിലീറ്റ് ടോപ്പിക്കിനകത്തൊരു കാര്യമായിരുന്നു കൊറോഷൻ എന്ന് പറയുന്നത്. റിഡോക്സ് റിയാക്ഷൻ്റെ ആപ്ലിക്കേഷൻ പാർട്ടിൽ കൊറോഷനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊറോഷൻ എന്താണെന്നും കൊറോഷൻ, ഓക്സിഡേഷൻ, റിഡക്ഷൻ, എന്തൊക്കെ കാര്യങ്ങളാണ് കൊറോഷനിൽ നടക്കുന്നതെന്നും ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസ് പ്രകാരം, കീമിൻ്റെ സിലബസ് പ്രകാരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചുകൊണ്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻ ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഓൾ ദ വെരി ബെസ്റ്റ്. എന്തായാലും കെമിസ്ട്രി പാർട്ട് ഉഷാറാക്കുക. ബൈ ബൈ.